السلام عليكم ورحمة الله وبركاته. عليكم الحمد السلام. لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന ദുറൂസുൽ ലഗത്തുൽ അറബിയ്യ ലഗൈർ നാതിഖീന ബിഹാ അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3-ാം സെമസ്റ്റർ 2-ാം ഭാഗം. ഈ ആൾക്കാർ വരാനുണ്ടല്ലേ? നമ്മൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആൾക്കാർ ലേറ്റായി വരുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് എത്രാമത്തെ പേജായിരുന്നു? ستين بعد 200 أو 269. وقرأنا هات جمع الأسماء الآتية كيف تقرأي؟ اقرأي هذه الجموع. دينار. ما هي الجمع؟ ما هي جمع دينار؟ دنانير. آخر الحركة أو إعرابها دنانير. طيب درهم. دراهم. عبد. عباد. أمة. أمة. إماء. سلاح. سلاح. أسلحة. أسلحة. سلاح أسلحة. أسلحة ഏത് ആയത്തിലാണെന്ന് കണ്ടായിരുന്നു? أليس عليكم جناح أن تضعوا أسلحتكم وأمتعتكم. سورة النساء آية الحرب. صلاة الخوف. صلاة الخوفിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ സൂറത്ത് النساء. طيب صفحة 70 270 صفحة 270. شرح مصدر شرح يشرح. شرح يشرحന്റെ മസ്ദർ എന്താണ്? ഔ അതിന്റെ ക്രിയാധാതു ഷർഹാണ്. വഹുവ അലാ വസ്നി ഫഅലിൻ. നമ്മൾ ടേബിൾ തയ്യാറാക്കാൻ പറഞ്ഞല്ലോ ക്രിയാധാതുക്കളുടെ. ക്രിയാധാതുക്കളുടെ ടേബിൾ 1, 2, 3 ഇങ്ങനെ എഴുതി വയ്ക്കണം. ഫഅലിനാണ്. അതേപോലെ ദർബനാണ്. ഇവിടെ ദർബൻ വസ്നിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഹാത്തി മസാദിറുൽ അഫ്ആൽ ലാത്തി അലാ വസ്നി ഫഅലിൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഖത്തല യഖ്തുലു എന്താ നമ്മൾ പഠിച്ചത്? ഖത്ലുൻ. ഫതഹ യഫ്തഹു. ഫതഹുൻ. ഷഖ യശഖു. ഷഖ്ഖുൻ. അതിന് ഷക്ക് ഉണ്ടാകാൻ പാടില്ല. ഷഖ്ഖുൻ എന്നതില് ഷക്ക് ഉണ്ടാകാൻ പാടില്ല. എന്താ പറഞ്ഞത്? സംശയം ഉണ്ടാകാൻ പാടില്ല. ഷക്ക് മാറാൻ പാടില്ല. അതേപോലെ അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. മാ മഅനൽ അമതു
അമ്മ ജംഅഹ നേരത്തെ പറഞ്ഞായിരുന്നു. ഉം. മാമാനൽ അമത്തു ദാസി. അമത്ത് എന്താണ്? ദാസി അല്ലേ? ദാസി, അടിമ സ്ത്രീ. അടിമ സ്ത്രീ. വമാ ജംഅഹ ഇമാമത്ത്. ഇമാഉൻ. رسول الله صلى الله عليه وسلم لا تمنعوا إماء الله مساجد الله. وقال رسول الله صلى الله عليه وسلم من علامات الساعة أن تلد الأمة ربتها. أن تلد الأمة ربتها. അർബഈൻ നബവിയിലൊക്കെ കാണും, ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ടാവും. നബവിയുടെ 40 ഹദീസ് ഉണ്ടല്ലോ, അതില് ഈമാൻ മെഹ്സാനും ഒക്കെ പറയുന്നില്ലേ, ആ ഹദീസിലുണ്ടാവും. അന്തലിദൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കുന്നത് എന്താണ്? അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണെന്ന്. അതേപോലെ അള്ളാഹി മസാജിദ് അള്ളാഹി, സ്ത്രീകളെ നിങ്ങൾ അള്ളാഹിന്റെ ദാസ്മാരെ മസ്ജിദ് പള്ളികളിൽ നിന്ന് വിലക്കരുത്. അവിടെ പറഞ്ഞത് ദാസികളെ, ഇബാദ് അള്ളാഹി എന്ന് പറയുന്നതിന് പകരം ഇമാ അള്ളാഹി. ഇബാദ് അള്ളാഹി പുരുഷന്മാര്, ഇമാ അള്ളാഹി സ്ത്രീകൾ. ദീനാറുൻ ജംറഹു ദനാനീറു, നേരത്തെ പറഞ്ഞു. അല ഗൈരി ഖിയാസിൻ. ദനാനീർ എന്താണ്? അതിന് എന്തില്ല, ഖിയാസ് ഇല്ലെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേക പാറ്റേൺ ഇല്ല. ഇതിലുള്ള ഖിയാസു അൻ യകൂന ദയാനീർ. ദയാനീർ എന്നാണ് അത് വരേണ്ടത്, പക്ഷേ ദനാനീർ എന്നാണ് അതിന്റെ ഘടനയിൽ വരുന്നത്. ജിമഅൽ അസ്മാ അല്ലാത്തിയ, ജിമഅൽ അസ്മാ അല്ലാത്തിയ ഹാദൽ ജംഅ ജിമഅൽ അസ്മാ അല്ലാത്തിയത ഹാദൽ ജംഅ. ഇതേ രീതിയിലാണ് എന്ത് വരുന്നത്? ജംഅകൾ ദീവാനുൻ ഇവിടെ ദീനാർ എങ്ങനെ പറഞ്ഞു? ദീനാറും യാ കഴിഞ്ഞിട്ട് നാ കൊണ്ടാണ് തുടങ്ങിയത് അല്ലേ? ദയാനീർ അല്ല, മറിച്ച് എന്താണ്? ധനാനീർ എന്നാണ് വരുന്നത്. അപ്പൊ ദീവാൻ എന്തായിരിക്കും വരിക? ധനാനീർ. ദീനാറിന്റെ യാ കളഞ്ഞിട്ട് നൂന് കൊണ്ടല്ലേ, ദാല് കഴിഞ്ഞിട്ട് നൂനല്ലേ ഉപയോഗിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? നൂന് റിപ്പീറ്റ് ചെയ്തു, ധനാനീറു. അപ്പോ ദീവാൻ വരുമ്പോ എന്തായിരിക്കും? മൂന്നാമത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്യണം. ദവാവീനു. ഖീറാത്തുൻ ഖറാരീതു. ദീമാസുൻ ദമാമീസു. طيب الخامسة عشر أخشى أن أكون إياه. أخشى أن أكون إياه. അപ്പൊ ഇയ്യാക്ക് എന്താണ് അർത്ഥം ഇവിടെ? ഇയ്യാ മാത്രമല്ല, ഇവിടെ മാത്രം വരുന്നത് എപ്പോഴാ? മാത്രം വരുന്നത് മുമ്പേ പറയുമ്പോഴും തന്നെയാണ് എന്ന് പറയുന്നതിന് മുമ്പേ പറയുമ്പോഴാണ്. ഇയ്യ വരുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇയ്യ വരുന്നതിന്റെ അടിസ്ഥാന കാരണം അത് തന്നെ, മൻസൂബായിട്ട് വരുമ്പോഴാണ് ഇയ്യ വരുന്നത്. അതായത് ഇയ്യാഹു, ഇയ്യാഹും, ഇയ്യാക്ക, ഇയ്യാക്കും, ഇയ്യാന, ഇയ്യാഹ, ഇയ്യായ, ഇയ്യാന, ഇയ്യാഹ എന്നൊക്കെ വരുന്നത് മൻസൂബിന്റെ ഘടനയാണ്. അപ്പൊ ഇവിടെ അക്കൂന ഇയ്യാഹു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അക്ഷ അൻ അക്കൂന. അപ്പൊ കാനയുടെ ഒന്നാം ഭാഗം എവിടെയുണ്ട്? അക്കൂനിലുണ്ട്. ആനയാണ് അതിന്റെ ഒന്നാം ഭാഗം. പിന്നെ രണ്ടാം ഭാഗം എവിടെയാണ്? അതിലുള്ള ഹു ആണ്. അതായത് ഇയ്യാഹു എന്ന് പറയാം, മൻസൂബായിട്ടുള്ളത് ഹുവയാണ്. ഹുവ മൻസൂബായിട്ട് വരുന്ന ഇയ്യാഹു.
അത് പറയാൻ വേണ്ടി പറയുന്നത്. ഇദാ കാന ഖബറു കാന ളമീറൻ. ഇദാ കാന ഖബറു കാന. ഇദാ കാന എന്ന് പറഞ്ഞാൽ ആയാൽ. ഖബറു കാന അല്ലെങ്കിൽ ആയിരുന്നാൽ. ഖബറു കാന, കാനയുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഖബർ. കാനയുടെ സെക്കൻഡ്, കാനയ്ക്ക് രണ്ട് പാർട്ട് ഉള്ളത്. കാനയുടെ ഇസ്മും കാനയുടെ ഖബർ എന്നല്ലേ പറയാ. അപ്പൊ കാനയുടെ ഖബർ ളമീറായാൽ, ളമീറായാൽ യജൂസു ഫീഹിൽ ഇത്തിസാലു വൽ ഇൻഫിസാലു. യജൂസു ഫീഹിൽ ഇത്തിസാലു വൽ ഇൻഫിസാലു. അപ്പൊ എന്ത് ചെയ്യാം? അക്കൂന ഹു എന്നും പറയാം, അതേപോലെ അക്കൂന ഇയ്യാഹു എന്നും പറയാം. യജൂസു ഫീഹിൽ ഇത്തിസാലു ചേർത്തും പറയാം, അതേപോലെ ഇൻഫിസാലു മുറിച്ചും പറയാം. ഇത്തിസാൽ എന്താ? കണക്ട് ചെയ്യാം. ഇൻഫിസാൽ എന്ന് പറഞ്ഞാൽ വേർപെടുത്തുക. ഇൻഫിസാൽ എന്ന് പറഞ്ഞാൽ വേർപെട്ടു. ഇത്തസില എന്ന് പറഞ്ഞാൽ അറ്റാച്ച്, കണക്ട് ചെയ്ത്. കോണ്ടാക്ട് ചെയ്യുന്നതിന് ഇത്തസില എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഫോൺ ചെയ്തു എന്ന് പറയുന്നതിന് പകരം നമ്മൾ കോണ്ടാക്ട് എന്ന് പറയുമല്ലോ. പ്ലീസ് കോണ്ടാക്ട് മീ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം ഇത്തസിൽ ബി എന്നാണ് പറയുന്നത്, എന്നെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഇത്തസില ചേർത്ത് വരിക, ഇൻഫസില വേർപെട്ട് വരിക. അപ്പൊ ചേർത്ത് എഴുതാം, എന്ത് ചെയ്യാം? ചേർത്തും പറയാം, വേർപെടുത്തിയും പറയാം. ചേർത്ത് പറയുമ്പോൾ അക്കൂനഹു എന്നേ വരുള്ളൂ. അക്കൂനഹു. യജൂസ് എന്താ? അക്കൂന അഖ്ഷ അൻ അക്കൂനഹു, അക്കൂനഹു എന്ന് പറയാം, എന്നും പറയാം. ഇവിടെ പറഞ്ഞ അഖ്ഷ അൻ അക്കൂന ഇയ്യാഹു എന്നാണ്. അങ്ങനെയും പറയാം, അഖ്ഷ അൻ അക്കൂനഹു. അങ്ങനെ അക്കൂനഹു എന്നും പറയാം. അഖ്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ആം അഫ്രേഡ്. ഞാൻ അങ്ങനെ ആകുന്നതിനെ പേടിക്കുന്നു. മിസാലൈൻ ആഖിറൈൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാ ഇവിടെ. ഖുറാനിൽ എന്താ ഉപയോഗിച്ചത്? അതിന്റെ അല്ലല്ല, കിതാബിയ. അവിടെ നിങ്ങൾ എടുത്തോന്നു. യു ടേക്ക്. അപ്പം അഡ്രസ് ചെയ്യുന്ന ആളിന്റെ അർത്ഥം അനുസരിച്ചും പറയാം, അല്ലാതെയും പറയാം. നിങ്ങൾ എന്നും പറയാം, എന്നും പറയാം. മിസാലൈൻ ആഖിറൈൻ. another 2 examples. അകുന്ത ഇമാമ ഹാദൽ മസ്ജിദി. അകുന്ത ഇമാമ ഹാദൽ മസ്ജിദി. അകുന്ത ഇമാമ ഹാദൽ മസ്ജിദി. ഈ മസ്ജിദിന്റെ ഇമാമായിരുന്നോ നിങ്ങൾ? മറുപടി ഞാൻ. കുന്തു ഹു എന്നും പറയാം, കുന്തു ഇയ്യാഹു എന്നും പറയാം. അതെ, ഞാൻ അവനായിരുന്നു, ഞാൻ അതായിരുന്നു. കുന്തുഹു അല്ലെങ്കിൽ കുന്തുഹും എന്ന് പറയാം. സോറി, കുന്തു ഇയ്യാഹു എന്ന് പറയാം, കുന്തുഹു എന്ന് പറയാം. അപ്പൊ ഇയ്യാഹു എന്ന് പറയുമ്പോൾ മുൻഫസിലാണ്. അപ്പൊ മുൻഫസിൽ ആയിട്ട് വരുമ്പോൾ അമീർ മുൻഫസിലായിട്ട് വന്നാൽ മൻസൂബാണെങ്കിൽ ഇയ്യാ ചേർത്താണ് വരിക. ചേർന്ന് വരുമ്പോൾ ഹു മാത്രമേ വരുള്ളൂ. അതുരീദു അൻ തകൂന മുദരിസൻ. അതുരീദു അൻ തകൂന മുദരിസൻ. അപ്പൊ മുദരിസ് എന്താണ്? ഖബറാണ്. മാ ഉരീദു അൻ അകൂന ഇയ്യാഹു എന്നും പറയാം, ഹു എന്നും പറയാം. طيب سننتقل إلى الدرس الثالث والثلاثين. പാഠം 33. ഇതിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. നമ്മൾ പാഠം അവസാനത്തിലേക്ക് വരുന്തോറും താരതമ്യേന കുറഞ്ഞ പ്രയോഗങ്ങളാണ് വരിക. ചില സംഗതികൾക്ക് പ്രാധാന്യം ഉണ്ടാവും, ചില സംഗതികൾക്ക് അത്ര തന്നെ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കേണ്ടതാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറഞ്ഞു, അതൊരു ഭാരമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ താരതമ്യേന കുറഞ്ഞ സംഗതിയാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത് ഈ പാഠത്തിന് 33 വരുന്നത് എന്താണ്? പാഠം 33 തീർച്ചയായും എന്ന് പറയുന്ന ഇന്നയാണ്.
സർവ അപൂർണ ക്രിയയോടൊപ്പം വരുന്ന അഥവാ ക്രിയയോടൊപ്പം വരുന്ന തീർച്ചയായും എന്ന് പറയാൻ വേണ്ടിയുള്ള ഇല്ല. നമ്മള് എവിടെ പഠിച്ചിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുറാനില്? ഉദാഹരണം പറയാമോ? ലയുംബദന്ന ലതുസ്അലുന്ന ഒക്കെ പഠിച്ചില്ലേ? എന്താണ് അത് തന്നെ തഅക്കീദിന്റെ നൂന്. തഅക്കീദിന്റെ നൂനാണ്. ലയുംബദന്ന ലന്ന, അതാണ്. ഇന്ന എന്ന് പറയുന്നത് ഹർഫു തഅക്കീദാണ്. ഇന്ന എന്താണ്? അത് നാമവാക്യത്തിൽ നാമത്തിന്റെ കൂടെ വരുമ്പോ ഇന്ന എന്ന് പ്രത്യേകം വരും. ക്രിയയോടൊപ്പം വരുമ്പോൾ ക്രിയയുടെ അവസാനം അറ്റാച്ച് ചേർത്തിട്ടായിരിക്കും ഉണ്ടാവുക. അത് നൂന് മാത്രമേ ഉണ്ടാവൂ. അതിന്റെ ഭാഗമാണ് ഇതിന് കാര്യമായിട്ട് വരുന്നത് 33-ല്. اوكي المدرس يا احمد هل تفتحن النوافذ والبرد شديد؟ هل تفتحن ഇവിടെ ക്വസ്റ്റ്യൻ ആണ്. ഹൽ എന്ന രീതിയിൽ ഹൽ ഉപയോഗിച്ചിട്ട് എന്താണ്? ആണോ ഉണ്ടോ അല്ലേ? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഹൽ തഫ്തഹന്ന നവാഫിദ വൽ ബർദു ശദീദുൻ. അപ്പൊ എന്താണ്? നീ തീർച്ചയായും അത് അടയ്ക്കുന്നുണ്ടോ എന്നത് ഉറപ്പായും അടയ്ക്കേണ്ടതാണ്. കാരണം എന്താ? വൽ ബർദു ശദീദുൻ. എന്താ അർത്ഥം? തണുപ്പ് ഭയങ്കരമാണ്. അത് ലാ തഫ്തഹന്നഹ ഇല്ല നാഫിദത്ത സഗീറത. ലാ തഫ്തഹന്നഹ ഇല്ല നാഫിദത്ത സഗീറത. അല്ലാ തുനള്ളിഫുന്ന السبورة يا إخوان. لا تفتحنها. എന്ത് തുറക്കരുത്. ഇല്ല നാഫിദത്തെ സഗീറത. ഏത്? ചെറിയ വിൻഡോ അല്ലാതെ. ലാ തഫ്തഹന്ന വിരോധക്രിയയായിട്ട് വന്നപ്പോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല. ലാ തഫ്തഹു എന്നാണ് പറയുക. ലാ തഫ്തഹ്, നീ തുറക്കരുത്. ലാ തഫ്തഹ്, നീ തുറക്കരുത്. അതിന്റെ കൂടെ എന്ത് ചെയ്തു? ലാ തഫ്തഹ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹാന് സുക്കൂനാണ് അല്ലേ? ലാ തഫ്തഹ്. അതിന്റെ കൂടെ നൂന് തൗക്കീദ് ചേർത്തപ്പോൾ എന്തായി? നൂന് തഅക്കീദ് എന്ന് പറയാം, നൂന് തൗക്കീദ് എന്ന് പറയാം. തഫ്തഹന്ന നേരത്തെ പറഞ്ഞിരുന്നു. ഹൽ തഫ്തഹന്ന ഒരു പുരുഷനോട് പറയുന്നത്. യാ അഹ്മദു എന്നാ പറഞ്ഞു. ഒരു പുരുഷനോട് പറയുന്നതാണ്. ഒരാളോട് പറയുമ്പോൾ തഅക്കീദിന്റെ നൂന് മുമ്പ് എന്താ അടയാളം? ഫത്ഹാണ്. മുമ്പ് പറയും ലയുംബദന്ന, തീർച്ചയായും അവൻ അറിയപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ എന്താ? ലയുംബദന്ന. ഇതിന് നൂന് ശേഷം നൂനിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹാണ്. എപ്പോൾ? ഏകവചനത്തിൽ ഒരു ആണിനോട് പറയുമ്പോൾ. ഒരു ആണിനോട് പറയും. ഹൽ തഫ്തഹന്ന എന്ന് പറഞ്ഞു. അതേപോലെ ലാ തഫ്തഹന്ന എന്ന് പറഞ്ഞു. ലാ തഫ്തഹന്നഹ, നീ അതിനെ തുറക്കരുത്. ഇല്ല നാഫിദത്ത സഗീറത. ഏത്? ചെറിയ നാഫിദ ഒഴികെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെറിയ എയർ ഹോള് പോലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം? തുറക്കാം. അതെല്ലാ എയറും തുറക്കും. അപ്പൊ നമ്മുടെ വിഷയം ലാ തഫ്തഹന്ന. അപ്പോ ശബ്ദുള്ള നൂന് മുമ്പ് എന്താണ്? നൂന് തൗക്കീദ്, ഉറപ്പിച്ചു പറയാനുള്ള നൂന് മുമ്പ് ഫത്ഹ് വന്നു. ആരോട് പറഞ്ഞപ്പോ? ഒരു പുരുഷനോട്. ഹല്ലാ തുനള്ളിഫുന്ന അസ്സബൂറത യാ ഇഖ്വാനു.
അപ്പൊ ആരോടാ പറയുന്നത്? യാ യഹ്വാനു, ആണുങ്ങളോട് പറയാണ്. ആണുങ്ങളോട് പറയും. യാ യഹ്വാനു, ആണുങ്ങളോട് പറയും. പുല്ലിംഗ ബഹുവചനത്തോട് പറയുന്നത്. അല്ല, അല്ല എന്താണ്? അല്ല തുറക്കുന്നില്ലേ, അല്ല സോറി ചെയ്യുന്നില്ലേ, എന്ത് ചെയ്യുന്നില്ലേ എന്ന്. തുനള്ളിഫുന്ന, തുനള്ളിഫുന്റെ മാളി എന്താണ്? നല്ലഫ. എന്താ അർത്ഥം? ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തു. നല്ലഫ, ക്ലീൻ ചെയ്തു. മുനള്ളിഫ്, ക്ലീനർ. അതേപോലെ മുനള്ളിഫു സുജാജ്, ഗ്ലാസ് ക്ലീനർ. ക്ലീൻ ചെയ്യുന്ന സാധനത്തേക്ക് മുനള്ളിഫ് എന്ന് പറയും. അപ്പൊ ക്ലീൻ ചെയ്യുന്ന ജോലിക്കാരനും മുനള്ളിഫ് എന്ന് പറയും, ക്ലീനർ. യു എയിലൊക്കെ ഇപ്പൊ എത്ര സമയമായി? 6 നിങ്ങൾക്ക് ഫജ്ർ കഴിഞ്ഞല്ലോ അല്ലേ? ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് കുറെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ചിനി ഫജ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണോ, അതാ ഫജ്ർ ആയില്ലേ? 4 കുറെ ആൾക്കാർ കണ്ണൂരൊക്കെ നേരം എടുത്തോ? കണ്ണൂരൊക്കെ നേരം വെളുത്തു. എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയില്ലല്ലോ. എത്ര മണിക്ക് വന്ന്? 1 മിനിറ്റ് ലേറ്റ് ആയോ? നല്ല ലേറ്റ് ആയില്ല. 1 മിനിറ്റ് ലേറ്റ് ആയോ? ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കും കയറിയത്. ഞാൻ 7:05 വരെ നോക്കുമ്പോ കണ്ടില്ല. ഓക്കെ. പക്ഷെ ക്ലാസ് തുടങ്ങുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അവർക്ക് ഇതല്ലേ ഗ്രാമർ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് പേജിന്റെ ലാസ്റ്റിലുള്ള ദിനാറും അത് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നല്ലേ? സോറി. അപ്പൊ ഇവിടെ ആരോടാണ്? പുരുഷന്മാരോട് പറയുന്നു. പുരുഷന്മാരോട് പറയുമ്പോ ഇവിടെ താക്കീദിന്റെ നൂന് മുമ്പ് എന്താ അടയാളം? ലമ്മത്താണ്. അപ്പോ ഹല്ലാത്തുനള്ളിഫുന്ന, ഹല്ലാത്തുനള്ളിഫുന്ന, നിങ്ങൾ ക്ലീൻ ചെയ്യുന്നില്ലേ? സബൂറത്ത, ബോർഡ്. യാ ഇഖ്വാനു, ഉരീദു അൻ അഖൂല ലക്കും ഷൈഅൻ മുഹിമ്മൻ. ഷൈഅൻ മുഹിമ്മൻ, മുഹിം എന്താണ്? ഡിഫിക്കൽട്ട് ആയിട്ടില്ല. ഡിഫിക്കൽട്ട് ആണോ? ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ്. അതിന്റെ മാളി എന്താണ്? അമ്മയല്ല. അമ്മയാണെങ്കിൽ എങ്ങനെ മൂ വരിക? അഹമ്മ, അഹമ്മ. അത് അഹമ്മത്തുഹും അൻഫുസുഹും, അവർക്ക് ഇമ്പോർട്ടന്റ് എന്തായിരുന്നു? അവരുടെ കാര്യമായിരുന്നു, സ്വന്തം കാര്യം. അവരുടെ കാര്യത്തിൽ ചിന്തിച്ച് അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഷൈഅൻ മുഹിമ്മൻ, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ. അപ്പൊ ഷെയ് എന്ന് പറഞ്ഞാൽ കാര്യം, മാറ്റർ, സബ്ജക്ട്. ഷൈഅൻ മുഹിമ്മൻ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫസ്തമിഉന്ന, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കണം. ഇസ്തമിഉന്ന ഇലയ്യ. അപ്പൊ ഉരീദു അൻ അഖൂല ലക്കും, ലക്കും ആരോടാ പറയുന്നത്? പുരുഷന്മാരോടാണ്. ലക്കും എന്ന് പറയുമ്പം അഡ്രസ് ചെയ്യുന്നത് പുരുഷന്മാരാണ് അല്ലെ? ലക്കി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ, ലക്ക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ, ലക്കും എന്ന് പറഞ്ഞാൽ പുരുഷന്മാര്, പുരുഷന്മാരാണ്. ഇപ്പൊ എന്ത് ചെയ്തു? ഹല്ലാത്തുനള്ളിഫുന്ന, നൂന് തൗക്കീദിന് അല്ല, ഫസ്തമിഉന്ന, നൂന് തൗക്കീദിന് മുമ്പ് നമ്മാണ്. അപ്പൊ ഇന്ന കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇന്ന ഒഴിവാക്കിയാൽ എന്തായിരിക്കും വരിക? അതിന് സുഖന വരിക. പുരുഷന്മാരോട് പറയുമ്പോ എന്താ വരിക? ഇസ്തമിഉ എന്നാ വരിക. ഇസ്തമിഉ. അപ്പൊ അവിടെ
വാവ് അലിഫൊക്കെ കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നൂന തൗക്കീദ് ചേർക്കുന്നത്. ഫസ്തമിഉന്ന. അപ്പൊ ലമ്മ കൊണ്ടാണ് നമ്മൾ ബഹുവചനമാണെന്ന് അറിയുന്നത്. ഫസ്തമിഉന്ന ഇലയ്യ. അതിന് മുന്നുള്ളതിൽ തുനല്ലിഫുന്നയിലും അതുപോലെ തന്നെ അതെ, അവിടെ യാ ഇഖ്വാനു ആണ് അവിടെ. അതെ. യാ ഇഖ്വാനു. അപ്പൊ അവിടെ തുനല്ലിഫുന്നയില് നൂനെ ഒഴിവാക്കിയാൽ എന്തായിരിക്കും വരിക? തുനല്ലിഫൂന എന്നാണ്. ഇനി അത് ലാ ചേർത്ത് പറഞ്ഞാൽ ലാ തുനല്ലിഫു. ലാ തുനല്ലിഫൂ. അവിടെ ലായുണ്ട്. ഹാൽ ചേർത്തിട്ടാണ് ഹല്ലാ തുനല്ലിഫുന്ന. അപ്പൊ ഹല്ലാ തുനല്ലിഫൂ. ഹല്ലാ തുനല്ലിഫു വരുമ്പോഴത്തേക്ക് എന്തായി? ഇന്ന ശബ്ദമുള്ള നൂന് ചേർക്കുമ്പോ ഹല്ലാ തുനല്ലിഫുന്ന. നൂന് തൗക്കീദ് ചേർക്കുമ്പോ ഹല്ലാ തുനല്ലിഫുന്ന. തയ്യിബ്. ഫസ്തമിഉന്ന ഇലയ്യ. ഷുവറിൽ അതാണ് പറയാ, നിങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ ചെയ്യണം. ഫസ്തമിഉന്ന ഇലയ്യ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക തന്നെ ചെയ്യണം. ഇന്ന മിൻ അഹമ്മി വാജിബാത്തിൽ മുസ്ലിമി അദ്ദഅവത ഇലല്ലാഹ്. ഇന്ന മിൻ അഹമ്മി വാജിബാത്തിൽ മുസ്ലിമി. വാജിബാത്ത് എന്താ? ഭക്ഷണങ്ങൾ. അത് നീട്ടില്ലെങ്കിലാണ് വജിബാത്ത് ഭക്ഷണങ്ങൾ. അത് വിട്ടാൽ എന്തായി? നിർബന്ധ കാര്യം. വജിബത്തും ഭക്ഷണം. വാജിബാത്ത് എന്ന് പറഞ്ഞാല് നിർബന്ധ കാര്യങ്ങൾ. ഫർദിന് താഴെയുള്ള ഗ്രേഡിലുള്ളതാണ് വാജിബ് എന്ന് പറയുന്നത്. ഫർദ് എന്ന് പറഞ്ഞാൽ അത് നിർവഹിച്ചില്ലെങ്കിൽ കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോകും. അതിന്റെ താഴെയുള്ള ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് എന്ത്? വാജിബ് എന്ന് പറയുന്നത്. പിന്നെ മിൻ വാജിബാത്തിൽ മുസ്ലിമിന്റെ നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ് അദ്ദഅവത ഇലല്ലാഹ്. അപ്പൊ ഇന്നയുടെ ഇസ്മാണ് ഇവിടെ ദഅവത്ത് വന്നിരിക്കുന്നത് കേട്ടോ. മിൻ വന്നത് കൊണ്ടാണ് മിൻ അഹമ്മി വാജിബാത്തിൽ മുസ്ലിം. എന്താണ് നമ്മൾ പറഞ്ഞ ഹർഫ് ജർ വരുമ്പോ അത് മുമ്പേ വരും. ഹർഫ് ജർ വരുന്ന ഭാഗം മുമ്പേ വരും. അതുകൊണ്ടാണ് മിൻ അഹമ്മി വാജിബാത്തിൽ മുസ്ലിം എന്ന ഫ്രൈസ് മുമ്പേ എഴുതിയിട്ട് ഇന്ന ദഅവത ഇലല്ലാഹി എന്നാണ്. അള്ളാഹിലേക്കുള്ള ക്ഷണം. ദഅവത ഇലല്ലാഹി പ്രാർത്ഥനയല്ല ഇവിടെ. ദഅവത ഇലല്ലാഹി അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അള്ളാഹുവിലേക്കുള്ള വിളി അല്ലെങ്കിൽ ക്ഷണം എന്താണ്? മിൻ അഹമ്മി വാജിബാത്തിൽ മുസ്ലിമിന്റെ നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ് കേട്ടോ. നമ്മൾ നിർബന്ധ കാര്യങ്ങൾ എന്തൊക്കെയാണ് എണ്ണിയിരിക്കുന്നത്? അമലുകള്, ഈമാനും ഇസ്ലാമും കാര്യങ്ങൾ എന്തായിട്ട് എത്ര എണ്ണം എണ്ണുന്നത്? ഇസ്ലാം കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോഴുള്ള ടെർമിനോളജിയാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ടെർമിനോളജിയാണ് എന്ത്? ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങളൊക്കെ. ശരിക്കും ആ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് എന്ത്? അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അല്ലെങ്കിൽ അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ. ഇത് നമുക്ക് അല്ലെങ്കിൽ ദഅവത്ത് ഇലല്ലാഹ് ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എടുത്ത് നോക്കിയാൽ മതി. അപ്പോ അതേപോലെ അതിൽ പ്രധാനപ്പെട്ടതാണല്ലോ അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ടാണ് അത് വാജിബാത്തിൽപ്പെട്ടതാണ്. ഇസ്ലാം കാര്യങ്ങൾ 6 എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ 6ാമത്തെ എന്താണ്? ദഅവത്ത് ഇലല്ലാഹി ഔ അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അങ്ങനെ ഇസ്ലാമിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. നമ്മളെ മദ്രസയിൽ ചുരുക്കിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിശദമായിട്ട് പറയുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും പഠിക്കുന്നില്ല. എന്തായാലും ഷേഖ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്ന മിൻ അഹമ്മി വാജിബാത്തിൽ മുസ്ലിം അദ്ദഅവത ഇലല്ലാഹ്.
ഖാല അസ്സ വജൽ, അള്ളാഹ് പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ആരാണ്? ഖൈറ ഉമ്മത്തിൻ. അപ്പൊ ഖൈറിന് എങ്ങനെ നസ്ബ് വന്നത്? ഖൈറിന് ശേഷം ഖൈറിന് ശേഷം ഉമ്മത്ത് വന്നുകൊണ്ട് കാനയുടെ ഖബർ. കാനയുടെ ഖബർ. നിങ്ങളാണ് ആരാണ്? ഖൈറ ഉമ്മത്ത്, ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ, പ്രൊഡ്യൂസ് ചെയ്തവരാണ്. മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ജോലി നേടുക, നിങ്ങൾ കല്യാണം കഴിക്കുക, നിങ്ങൾ മക്കൾ ഉണ്ടാക്കുക, അങ്ങനെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പണിയെടുക്കുക, നിങ്ങൾ മക്കൾക്ക് വീടുണ്ടാക്കുക, നിങ്ങൾ മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുക, എല്ലാം നിങ്ങളുടെ കാര്യമാണ്. അതിനുവേണ്ടിയാണോ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ജനങ്ങളെ വെറുക്കുകയും നമ്മുടെ കാര്യം മാത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരെല്ലാം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ നമ്മളെ വേണ്ടാത്തവരായി. മാത്രമല്ല, നമ്മൾ അവകാശങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ജോലി തരണം, എനിക്ക് റിസർവേഷൻ തരണം, എനിക്ക് പെൻഷൻ തരണം, എനിക്ക് അത് തരണം, ഇത് തരണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കൊടുക്കാനുള്ളതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ത്? ജനങ്ങൾക്ക് വേണ്ടി. ലിന്നാസ് തഅമുറൂന, എന്താ ചെയ്യേണ്ടത് നിങ്ങള്? തഅമുറൂന, നിങ്ങൾ കൽപ്പിക്കണം. ബിൽ മഅറൂഫ്, നന്മ. അപ്പൊ അമറയുടെ കൂടെ ബി ഉണ്ടാകും കേട്ടോ. അമറ കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? മഅറൂഫ്, നന്മ കൽപ്പിച്ചു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതെന്നാണ്. ആറഫ യാറഫ്, ആരിഫൻ മഅറൂഫ്. അറിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് നന്മ എന്ന അർത്ഥത്തിലാണ്. മനസ്സിന് ഇണങ്ങുന്നത് എന്താണ്? നന്മയാണ്. തിന്മ മനസ്സിനിണങ്ങാത്തതാണ്. അതാണ് നക്കിറ എന്ന് പറഞ്ഞാൽ വെറുത്തു എന്നാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതാണ്. അൻകറ വെറുത്തു, മുൻകിറും വെറുക്കുന്നത്, മുൻകറും വെറുക്കപ്പെട്ടത്. തൻഹൗന, നിങ്ങൾ വിലക്കുന്നു. എന്തിനെ? അനിൽ മുൻകര്. അപ്പൊ നന്മയും തിന്മയും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആശയത്തിലാണ് തൻഹൗന, നിങ്ങൾ വിലക്കുന്നു. അനിൽ മുൻകരി. ഇപ്പൊ നഹയുടെ കൂടെ അൻ ഉണ്ടാകും, അമറയുടെ കൂടെ ബി ഉണ്ടാവും. അനിൽ മുൻകർ, നിങ്ങൾ എന്ത് ചെയ്യും? തൻഹൗന അനിൽ മുൻകർ, തിന്മയെ വിലക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അള്ളയിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഈമാൻ കാര്യം എവിടെ പറഞ്ഞത്? നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറഞ്ഞത്? ഈമാൻ പറഞ്ഞത്. വിചാരിച്ച് നന്മ കൽപ്പിച്ച് തിന്മ വിരോധിക്കുന്നതിന് ശേഷം വിശ്വസിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നറിഞ്ഞില്ല. وقال عز وجل, قال عز وجل, അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, വഖാല അസ്സ മിൻ ഖാഇൽ. അസ്സ മിൻ ഖാഇൽ എന്ന് പറഞ്ഞാൽ പറയുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനായി, എന്തായാലും ഔന്നത്യമുള്ളവനായി, പ്രതാപമുള്ളവനായി. ഖാല അസ്സ മിൻ ഖാഇൽ, പറയുന്നവരിൽ പ്രതാപമുള്ളവനായവൻ പറഞ്ഞു. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത് എവിടെയാ പറഞ്ഞത്? ഏറ്റവും അവസാനം പറഞ്ഞത്. ആദ്യം പറഞ്ഞ എന്താ? അമൻ അഹ്സന ഖൗലൻ, അമൻ അഹ്സനു, ഹു ഈസ് ദ ബെസ്റ്റ് വൺ, ഖൗലൻ, വാക്യത്താൽ. പറച്ചിലിനാൽ ഏറ്റവും ഉന്നതൻ, ഏറ്റവും നല്ലവൻ ആരാണ്? ആരാണ്? മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളയിലേക്ക് ക്ഷണിച്ചവനേക്കാൾ. അമില സ്വാലിഹൻ, പിന്നീടാണ് അവൻ സൽക്കർമ്മം ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെയാണ് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞത്. അപ്പോ മറ്റുള്ളവരെ കൽപ്പിച്ചിട്ട് പിന്നീട് അമൽ സലഹത്ത് ചെയ്യാന്നുള്ളതല്ല, മറിച്ച് എന്താണ്? അള്ളയിലേക്ക് ക്ഷണിക്കലിന്
ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ദഅവത്ത് ഇലല്ലാഹ് എന്നത് ഒന്നാമത് പറഞ്ഞത്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി, അള്ളയിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? സൽക്കർമ്മം ചെയ്യുകയും അപ്പം അവൻ അള്ളയിലേക്ക് ക്ഷണിക്കണം, അവൻ സൽക്കർമ്മം ചെയ്യുന്നവനായിരിക്കണം, അവൻ വിശ്വാസമുള്ളവനുമായിരിക്കണം. ഇന്നനീ മിനൽ മുസ്ലിമീൻ ഫഅലൈനാ അൻ നദ്ഉവ الناس ഇലാ ദീനില്ലാ. ഫഅലൈന, അലൈന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ മേൽ അല്ല നമ്മുടെ മേൽ ബാധ്യതയാണ്. അല എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ അല എന്ന് പറഞ്ഞാൽ ബാധ്യതയാണ് എന്ന അർത്ഥത്തിൽ വരും. മേലാണെന്നുള്ളത് അല ബാധ്യതയാണ്. അൻ നദ്ഉവ الناس, ജനങ്ങളെ നാം ഇലാ ദീനില്ലാഹി, അള്ളാന്റെ ദീനിലേക്ക് ക്ഷണിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. അഹ്മദു വല്ലാഹി, അപ്പൊ അഹ്മദ് എന്താ പറഞ്ഞത്? വല്ലാഹി ലഅദ്ഉവന്ന, വല്ലാഹി ലഅദ്ഉവന്ന. എന്താണ് വല്ലാഹി? എന്താണ് വാവ്? എന്താണ് വാവുൽ ഖസം. അപ്പൊ വാവുൽ ഖസം ഉപയോഗിച്ച് പറഞ്ഞിരിക്കുകയാണ്. വല്ലാഹി, അള്ളാഹെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. എന്ത് പറഞ്ഞു? ലഅദ്ഉവന്ന. അപ്പൊ വാവുൽ ഖസമിന്റെ എന്താണോ സത്യം ചെയ്ത് പറഞ്ഞത് അതിനെന്ത് പറയും? ജവാബുൽ ഖസം എന്ന് പറയും. സത്യം ചെയ്ത് പറഞ്ഞ ആ മാറ്ററിന്, ആ സെന്റൻസിന് എന്ത് പറയും? എന്ത് സംഗതിയാണ് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് അതിന് ജവാബുൽ ഖസം എന്ന് പറയും. നമ്മള് ഷർത്ത് ജവാബ് എന്ന് പറഞ്ഞത്, ജവാബ് ഷർത്ത് എന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് ജവാബുൽ ഖസം? ജവാബുൽ ഖസം എന്താണ് സത്യം ചെയ്ത് പറഞ്ഞത്? ലഅദ്ഉവന്ന الناس, തീർച്ചയായും ഞാൻ ജനങ്ങളെ ക്ഷണിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇവിടെ വല്ലാഹി പറഞ്ഞതിന് ശേഷം എന്ത് പറഞ്ഞ ക്രിയക്ക് എന്തുണ്ട്? നൂനു തൗക്കീദുണ്ട്, അതേപോലെ ലാമു തഅക്കീദും ഉണ്ട്. തഅക്കീദിന്റെ ലാമും ഉണ്ട്. അത് പറയും എന്താണെന്നുള്ള വിശദീകരിക്കും. അപ്പം ലഅദ്ഉവന്ന, അപ്പൊ എന്താണ്? അദ്ഉവന്നയുടെ നൂന് തൗക്കീദ് കളഞ്ഞാൽ എന്തായിരിക്കും വരിക? നൂന് തൗക്കീദ് കളഞ്ഞാൽ എന്തായിരിക്കും വരിക? ഊവാണോ? ആണ്. അപ്പൊ അത് അത് വാവുണ്ട് അവിടെ. അത് ഞാൻ ക്ഷണിക്കും. അപ്പൊ വാവിന് എന്താ അടയാളം അവിടെ? വാവിന് അടയാളമില്ല. സാക്കിന് മയ്യിത്താണ്. സാക്കിൻ മയ്യിത്താണ്. അതായത് വാവുൽ മദ്ദായിട്ടാണ് വരിക. സുക്കൂൻ മയ്യിത്തൊന്നും പറഞ്ഞു ഉസ്താദ്. ആ സുക്കൂൻ മയ്യിത്താന്ന് പറഞ്ഞത്, ഹയ്യല്ല. വാവ് സാക്കിൻ മയ്യിത്തത്ത്, നിർജ്ജീവമായ സുക്കൂനുള്ള വാവ്. സാക്കിൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ ഉള്ളത്. സുക്കൂന്റെ മാത്രം പറയുമ്പോൾ സുക്കൂൻ മയ്യിത്ത്. വാവിന്റെ അടുത്ത് പറഞ്ഞാൽ വാവ് സാക്കിനത്ത്, വാവ് സുക്കൂൻ ഉള്ളതാണ്. എങ്ങനെയാണ് സുക്കൂൻ ഉള്ളത്? സുക്കൂൻ മയ്യിത്ത്. അപ്പോ എന്ത് ചെയ്തു? അദ്ഉ എന്ന് പറഞ്ഞതിനെ നൂന് തഅക്കീദ് ചേർന്നപ്പോൾ അവിടെ എന്ത് ചെയ്തു? വാവിന് മത്തം കൊടുത്തു. അദ്ഉ എന്നാണ്. അത് ഇപ്പൊ ഏകവചനമാണ്. ഏകവചനമായതുകൊണ്ട് എന്ത് ചെയ്തു? പത്ത് കൊടുത്തു. ലഅദ്ഉവന്ന الناس, ജനങ്ങളെ ഞാൻ ക്ഷണിക്കുക തന്നെ ചെയ്യും. ഇലാ ദീനില്ലാ, അല്ലാഹുവിന്റെ ദീനിലേക്ക്. ഫീ ബലദി, എവിടെ? നാട്ടിലുള്ള, അതെ, നാട്ടിൽ പോയാൽ. വല്ലാഹി ലഅൻശുറന്ന الاسلام ഫീ ബലദി, വല്ലാഹി ലഅൻശുറന്ന. അൻശുറന്നയുടെ മാവി എന്താണ്? അൻശറ. അൻശറയാണെങ്കിൽ മുതാരി എങ്ങനെ വരും? നശറ യൻശുറു ആണ്. അൻശറയാണെങ്കിൽ ഉൻശിറന്ന എന്നാണ് വരിക. നശറ യൻശുറു, അൻഷുറു. നശറ എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിച്ചു, പ്രസിദ്ധീകരിച്ചു എന്നും അർത്ഥമുണ്ട്. നാഷിർ എന്ന് പറഞ്ഞാൽ പ്രസാധകൻ. അറിയിച്ചു അറിയിച്ചു എന്ന് പറയാം.
പ്രചരിപ്പിച്ചു എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. അൻഷുറു പ്രചരിപ്പിച്ചു. വല്ല അൻഷുറന്ന തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും? വ്യാപിപ്പിക്കും അല്ലെങ്കിൽ പ്രചരിപ്പിക്കും. അപ്പൊ എന്താണ് ഇവിടെ? ഏകവചനമാണ്. അൻഷുറു എന്നതിന്റെ കൂടെ തഅക്കീദ് ചേർന്നപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ ഏകവചന മാളിയാണ് പറഞ്ഞത് അല്ലേ? അല്ലല്ല, പിന്നെ എന്നൊക്കെ പറഞ്ഞത് മുളാരി കൽപ്പനയായിരുന്നു കേട്ടോ. കൽപ്പന, ചോദ്യം ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. ലാ തഫ്തഹന്ന വിരോധക്രിയ പറഞ്ഞു. ഹൽ തഫ്തഹന്ന ചോദ്യം പറഞ്ഞു. അല്ലാ തഫ്തഹുന്നയും അതേപോലെയാണ്. അല്ലാ തുനഉലിഫുന്നയും അതേപോലെയാണ്. പിന്നീട് ഇവിടെ എന്ത് ചെയ്തതാണ്? അപൂർണ ക്രിയയാണ്. ല അൻഷുറന്ന തീർച്ചയായും ഞാൻ വ്യാപിപ്പിക്കുക തന്നെ ചെയ്യും. അൽ ഇസ്ലാമ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അൽ ഇസ്ലാം ഇസ്ലാമിനെ ഈ ബലദി എന്റെ നാട്ടിൽ. ഹാമിദ് വല്ലാഹി ലനുഹാരിബന്ന വല്ലാഹി ലനുഹാരിബന്ന. ഹാറബ ഹാറബ എന്താണ്? ഹാറബ വളരെ അപരിചിതമായ വാക്കാണോ നിങ്ങൾക്ക്? യുദ്ധം, ഹർബ് യുദ്ധം. ഹർബ് യുദ്ധം. ഹാറബ യുദ്ധം ചെയ്തു. ലനുഹാരിബന്ന ഇന്നമാ ജസാഉ الذين يحاربون الله ورسوله إنما جزاء الذين يحاربون الله ورسوله. ഏത് സൂറത്തിലായിരുന്നു? അൽ മാഇദ പഠിച്ച ആരുണ്ട് ഇതില്? ഞാൻ വായിച്ചില്ലേ? ജസാഉ الذين يحاربون حارب يحارب യുദ്ധം ചെയ്തു. വല്ലാഹി ലനുഹാരിബന്ന തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും. അപ്പൊ വല്ലാഹി എന്താണ്? അൻഷുറന്ന എന്ന് പറഞ്ഞ നേരത്തെ വാക്കിയതും വല്ലാഹി അൻഷുറന്ന കസമുണ്ട്. കസമിന്റെ ജവാബിന്റെ കൂടെയാണ് ഇത് വന്നത്. ലാമ തഅക്കീദും നൂന് തഅക്കീദും ഒക്കെ വന്നിരിക്കുന്നത്. വല്ലാഹി അതേപോലെ ഏകവചനമാണ്. വല്ലാഹി ലനുഹാരിബന്ന. അപ്പൊ നുഹാരിബു എന്ന് പറഞ്ഞ എന്താണ്? നുഹാരിബു നേരത്തെ പറഞ്ഞത് ഏകവചനമാണ് എന്ന് മാത്രമല്ല, അൻഷുറു അൻഷുറു എന്ന് പറഞ്ഞത് എന്താണ്? ലമ്മില് അവസാനിക്കുക. ലമ്മിൽ അവസാനിക്കുന്നു. ലമ്മിൽ അവസാനിക്കുന്നതിന്റെ കൂടെ എന്താണ് എന്താ ചെയ്യുന്നത്? നൂനത്താക്കിയത്. ഇവിടെ എന്താണ്? നുഹാരിബു. നുഹാരിബിന്റെ കൂടെ എന്ത് ചെയ്തു? ലമ്മിൽ അവസാനിക്കുന്നു. അതിന്റെ കൂടെ നൂനത്താക്കി ചേർത്തിന് എന്തായി? ഫത്തഹാണ് കൊടുത്തത്. ഇവിടെ ഏകവചനം ബഹുവചനം തമ്മിൽ എന്താവൂല? കൺഫ്യൂഷൻ ആവൂല. കാരണം എന്താ? നു ഉണ്ട് അവിടെ. നുഹാരിബു നു അല്ല, നുഹാരിബല്ല. അപ്പൊ നു ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യൂല? ബഹുവചനമാണെന്നുള്ള ഉറപ്പാണ്. ബഹുവചന ഏകവചനമായിട്ട് കൺഫ്യൂഷൻ ആവും. ലനുഹാരിബന്ന അശ്ശിർക. ഷിർക്കിനോട് ഞാൻ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. വൽ ബിദ്അത. പിന്നെ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? ബിദ്അത്തിനോട്. ഈ ബലദിന നിങ്ങളുടെ നാട്ടിൽ. ബിദ്അത്ത് എന്താ? ദീനിലേക്ക് കടത്തി കൂട്ടിയ സംഗതിയാണ്. ദീനിലേക്ക് കടത്തി കൂട്ടിയ സംഗതിയാണ്. അപ്പോൾ നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചതല്ലാത്ത എന്തെങ്കിലും ദീനിലേക്ക് കടത്തി കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? ബിദ്അത്താണ്. വല്ലാഹി അപ്പൊ എന്താണ്? ഈ ശിർക്കിനോടും ബഹുദൈവവിശ്വാസത്തോടും അനാചാരങ്ങളോടും, അനാചാരം എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് അനാചാരം കൂട്ടിച്ചേർത്തവ. ബദ എന്ന് പറഞ്ഞാൽ പുതുതായി കൊണ്ടുവന്നു. മറ്റേ ബദ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണോ? മറ്റേത് ഹംസിട്ടാല് ബദ ആരംഭിച്ചു. മറ്റേത് കൊണ്ടുവന്നു. പുതുതായി ചേർത്തു. ബദ പുതുതായി ചേർത്തു. പുതുതായി പുതുക്കി. ബദ
അതിന്റെ വാല് വെട്ടിക്കളഞ്ഞാല് ബദ ആരംഭിച്ചു ഹംസ്. അതിനിട്ടാല് ബദ പുതുക്കി അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവന്നു. والله والله نحاربن الشرك والبدع. പുതുതായി കൊണ്ടുവന്നതിനോടും അതേപോലെ ഷിർക്കിനോടും നാം ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഈ ബലത്തിൽ ഞങ്ങളുടെ നാട്ടിൽ സുഹൈർ വല്ലാഹി നത്റുക്കുൽ കുഫാറ ينشرون دينهم في بلاد المسلمين. والله لا نترك الكفار ينشرون دينهم في بلاد المسلمين. എന്താർത്ഥം? ലാ നത്റുക്കുൽ കുഫാറ, സത്യനിഷേധികളെ ലാ നത്റുക്കു വിട്ടുകളയൂല എന്ന്, അവരെ വിട്ടുകളയൂല. യൻഷുറൂന ദീനഹും അവരെന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുന്നു ദീനഹും അവരുടെ ദീനിനെ. ഫി ബിലാദിൽ മുസ്ലിമീന മുസ്ലിം നാടുകളിൽ അവരുടെ ദീനിനെ പ്രചരിപ്പിക്കുന്ന കുഫാറിനെ നാം വിട്ടുകളയില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്കിപ്പോ അവരോട് പ്രബോധനം നടത്താം ഇല്ല. വല്ലാഹി ലസൗഫ ഉഅല്ലിഫു കുതുബൻ ബിൽലുഗത്തിൽ ഇംഗ്ലീസിയ്യത്തി ലിശർഹി തആലീമിൽ ഇസ്ലാം. വില്യം എന്താ പറഞ്ഞത്? മറ്റൊക്കെ സുഹൈറും ഹാമിദും അലിയും അഹമ്മദും പറഞ്ഞതാ. അവർക്കെന്താ? മുസ്ലിം നാടുകളിൽ ജീവിക്കുന്നവരാണ്, പാകിസ്ഥാനിലും അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് വന്ന ആൾക്കാരായിരിക്കും. വില്യം എന്ത് പറഞ്ഞു? വല്ലാഹി ലസൗഫ ഉഅല്ലിഫു. അപ്പൊ എന്താ പറഞ്ഞത്? സൗഫ ഉപയോഗിച്ചിട്ട് നേരത്തെ പറഞ്ഞ വല്ലാഹി ലാ നത്റുക്കുൽ കുഫാറ യൻസുറൂന ദീനഹും ഫീ ബിലാദിൽ മുസ്ലിമീൻ, അവിടെ തഅക്കീദൊന്നുമില്ല. അല്ല സോറി, അവിടെയുള്ള എന്താണ്? തൊട്ട് മുമ്പ് പറഞ്ഞത് വല്ലാഹി ലൻഹാരിബന്ന എന്ന് പറഞ്ഞു. തീർച്ചയായും നാം ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ എന്താണ്? വല്ലാഹി ലാ നത്റുക്കു. അവിടെ എന്താ? നെഗറ്റീവാണ്. അപ്പൊ എന്തില്ല? അവിടെ തഅക്കീദില്ലാത്ത നെഗറ്റീവാണ്. ലാ നത്റുക്കു, ഉപേക്ഷിക്കുകയില്ല, വിട്ടുകളയില്ല. വില്യം പറഞ്ഞു വല്ലാഹി ലസൗഫ ഉഅല്ലിഫു. ഉഅല്ലിഫ് എന്താണ്? എന്താണ്? അല്ലഫ എന്താണ്? കൂട്ടിയിണക്കി. കൂട്ടിക്കലർത്തിയല്ല, കൂട്ടി ഇണക്കിയാണ് അല്ലഫ. അല്ലഫ ബൈന ഖുലൂബിക്കും എന്നൊക്കെ പറഞ്ഞു. കൂട്ടിയിണക്കി. കുത്തുബ് കൂട്ടിയിണക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകങ്ങൾ കൂട്ടിയിണക്കും എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ ക്രോഡീകരിക്കും. അല്ലഫ എന്ന വാക്ക് പുസ്തകം രചിച്ചു എന്ന അർത്ഥത്തിൽ വരും. നമ്മൾ മുഅല്ലിഫ് പറഞ്ഞായിരുന്നു, ഗ്രന്ഥകർത്താവിന് മുഅല്ലിഫ് എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തിൽ നിന്ന് വന്നാണ്? അല്ലഫയിൽ നിന്ന് വന്നതാണ്. അല്ലഫ രണ്ടർത്ഥമുണ്ട്. ക്രോഡീകരിച്ചു എന്നും പറയാം, അതേപോലെ ഗ്രന്ഥം രചിച്ചു എന്നും പറയാം. ഗ്രന്ഥം രചിച്ചു അല്ലെങ്കിൽ ക്രോഡീകരിച്ചു, രണ്ടർത്ഥത്തിലും അല്ലഫ ഉപയോഗിക്കും. ഇവിടെ എന്താണ്? വല്ലാഹി ലസൗഫ ഉഅല്ലിഫു. സൗഫ എന്താണ്? ലേറ്റർ. ഞാനിപ്പോ ഇവിടെ പഠിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ലസൗഫ ഉഅല്ലിഫു. ഞാൻ ഗ്രന്ഥം രചിക്കും. ഉഅല്ലിഫു കുതുബൻ, ഞാൻ പുസ്തകങ്ങൾ രചിക്കും, പുസ്തകങ്ങൾ എഴുതും. ബിൽലുഗത്തിൽ ഇംഗ്ലീസിയ്യത്തി, ഇംഗ്ലീഷ് ഭാഷയിൽ. ലിശർഹി തആലീമിൽ ഇസ്ലാം,
ബിശർഹി തഅലീമിൽ ഇസ്ലാം. തഅലീം അറിയപ്പെടുന്നു. താലീം പഠനം, പഠിപ്പിക്കൽ. താലീം അല്ലമ യുഅല്ലിമു തഅലീം, അല്ലമ പഠിപ്പിക്കും. അതിന്റെ ക്രിയാധാതുവാണ് തഅലീം. തഅലീം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ. അതിന്റെ ബഹുവചനമാണ് പറയും താലീമു. മീമ് ഒരു തമ്മേ ഉള്ളൂ. താലീമു, താലീമു. അപ്പം ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? അതിന്റെ ഷറഹ്, വിശദീകരണം, അതിന്റെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഗ്രന്ഥം രചിക്കും. അപ്പൊ ഇവിടെ താക്കീതിന് വേണ്ടി ലായാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇന്ന ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധയുള്ള നൂന് താക്കീത് ഉപയോഗിച്ചിട്ടില്ല, ലാ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം എന്താണ്? പറയുന്ന വാക്കേതാണ്? മുഅല്ലിഫു എന്ന വാക്കാണ്. മുഅല്ലിഫ് എന്ന വാക്കിന്റെ കൂടെ എന്തുണ്ട്? സൗഫ വന്നിട്ടുണ്ട്. സൗഫ ഉഅല്ലിഫു, സൗഫ ഉഅല്ലിഫു വന്നിട്ടുണ്ടെങ്കിൽ സൗഫയുടെ മുമ്പാണ് താക്കീത് ചേർക്കുക. സൗഫയുടെ കൂടെ നൂന താക്കീത് ചേരില്ല. സൗഫയുടെ മുമ്പ് ലാ ചേർത്താൽ മതി. അതിന്റെ ശേഷം നൂന താക്കീത് ചേരില്ല. നൂന താക്കീത് എവിടെ ചേർക്കുന്നത്? ക്രിയയുടെ അല്ലെങ്കിൽ അപൂർണ ക്രിയയുടെ അവസാനത്തിലാണ് നൂന താക്കീത് ചേർക്കുക. അപ്പൊ അല്ലിഫു എന്റെ കൂടെ നൂന താക്കീത് ചേർക്കാം. പക്ഷെ ഇവിടെ അല്ലിഫുവിന്റെ മുമ്പ് സൗഫ വന്നത് കൊണ്ട് സൗഫയുടെ മുമ്പ് ലാമ ചേർക്കാൻ മാത്രമേ പറ്റൂ. സൗഫ അല്ലിഫന്ന എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അൽമുദരിസ് ബാറക്കല്ലാഹു ഫീക്കും വവഫഖകും ലിമാ ഫീഹി ഖൈറുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹ് നിങ്ങൾക്ക് എന്ത് തരട്ടെ? അനുഗ്രഹിക്കട്ടെ, ബർക്കത്ത് തരട്ടെ. ഫീക്കും നിങ്ങളിൽ. വഫഖകും, വഫഖ എന്ന് പറഞ്ഞാൽ എന്താണ്? യോജിച്ചു വരട്ടെ അല്ലെങ്കിൽ യോജിപ്പിക്കട്ടെ. വഫഖ യുവഫിഖു. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയുന്നത്. വഫഖ യുവഫിഖുവിന്റെ ക്രിയാധാതു എന്താണ്? തൗഫീഖ്. ബില്ലാഹി തൗഫീഖ്. മുമ്പുള്ളവരൊക്കെ കത്തെഴുതുമ്പോൾ അവസാനം ബില്ലാഹി തൗഫീഖ് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. ബില്ലാഹി തൗഫീഖ് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും പറയും. ബില്ലാഹി തൗഫീഖ്, അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ വഫഖകും, അള്ളാഹ് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ലിമാ ഫീഹി ഖൈറുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ വൽ മുസ്ലിമീൻ, ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്കും നന്മയുള്ള കാര്യത്തിൽ. ലിമാ ഫീഹി, ഒരു കാര്യത്തിൽ. ലിമാ ഒന്നിൽ, ഫീഹി അതിലുണ്ട്. ഖൈറുൽ ഇസ്ലാമി വൽ മുസ്ലിം, ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്കും നന്മയുള്ള കാര്യത്തിൽ അള്ളാഹ് നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഅലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അന്നല്ലാഹു സുബ്ഹാനഹു വ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമന തരീഖത സഹീഹത ബിദ്ദഅവതി. അപ്പൊ നമ്മൾ നേരത്തെ ലാ നത്റുക എന്നൊക്കെ പറഞ്ഞല്ലോ, കുഫാർ നമ്മൾ ഒഴിവാക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അതേപോലെ ഇസ്ലാമിന് ദഅവത്ത് ചെയ്യുമെന്ന് പറഞ്ഞില്ല, അൻഷുറന്നൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ആ വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്നുവെങ്കിലും അതൊക്കെ എന്തുണ്ട്? ഒരു ഘടനയുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിനും ഇസ്ലാമിന്റെ ദഅവത്തിനും എന്തുണ്ട്? ഒരു ഘടന ഉണ്ട്. നമ്മൾ ഒരാഴ്ച കേട്ട ഉടനെ ചാടി ഹാരിബ് എന്നെ ഷിർക്കാന്ന് പറഞ്ഞിട്ട് വാളെടുത്തിൽ ഇറങ്ങാനല്ല പറഞ്ഞത്. ഹാരിബ് എന്നെ ഷിർക്ക വിദ്യാർത്ഥ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വിദ്യാർത്ഥിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? പടവാളെടുത്തെന്നൊക്കെ പറയും. പടവാളെടുത്തെന്ന് പറഞ്ഞാൽ വാളും കൊണ്ട് ഇറങ്ങിയെന്നല്ല പറഞ്ഞില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമന, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തരീഖത്തെ സഹിഹ, തരീഖത്ത് എന്താണ്? അത് കുറെ ആൾക്കാർ തരീഖത്ത് പോയില്ലേ? തരീഖത്ത് എന്ന് കേട്ടില്ലേ? തരീഖത്ത് തരീഖത്ത്. അപ്പൊ തരീഖത്ത് എന്നൊക്കെ പറഞ്ഞത് പുതിയ 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 ബിദ്അത്തി സംഭവങ്ങളാണ്. ആ പറഞ്ഞ തരീഖത്ത്. കാരണം എന്താ?
അത് ഓരോ വ്യക്തികളെ പുണ്യാളന്മാരായി കൽപ്പിക്കുകയും എന്നിട്ട് അയാളുടെ ശിഷ്യനായി ചേരുകയും എന്നിട്ട് അയാളുടെ വഴിക്ക് പോവുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രത്യേക പാക്കേജ് ഒക്കെ ഉണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്യുക, വ്യക്തി പൂജയിലേക്കും വ്യക്തി പ്രഭാവത്തിലേക്കുമൊക്കെ പോകുന്ന ആൾ നമുക്ക് ദൈവം എന്ന് പറയാൻ പറ്റില്ല. ആളിനെ ആളാക്കുന്നതിലേക്കൊക്കെ പോകുന്നത് അതാണ് തരീക്കത്ത് അങ്ങനെ പറയുന്നത്. മുരീദും ഒക്കെ ഉണ്ട്. ആ തരീക്കത്തിന്റെ ആൾക്കാർക്ക് മുരീദ് എന്നാ പറയാ. അപ്പൊ അങ്ങനെയാണ് വല്ല എന്താ പറയാ, എന്റെ മുരീദാരും സ്വർഗത്തിലില്ലെന്ന് സ്വർഗത്തെ കാക്കും മരക്ക് പറഞ്ഞെന്നാ പറയും. അങ്ങനെ ആർക്കും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, എഴുതി കൊടുത്തിട്ടില്ല. ആക്കാൻ എന്താണ്, അതൊക്കെ എന്താണ്, വഴിവിട്ട തരീക്കത്താണ്. ഈ പറഞ്ഞതാണ് യഥാർത്ഥ തരീക്കത്ത്. അള്ളാഹ് എന്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനഹു വ തആല അല്ലമന തരീഖത്ത സഹിഹ, ശരിയായ തരീഖത്ത്, ശരിയായ മാർഗം. ദഅവത്തിന്, പ്രബോധനത്തിന് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ശരിയായ മാർഗം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന. ഹിക്മത്ത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഹിക്മത്തോടു കൂടിയാണ് നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കേണ്ടത്. പിന്നെന്ത് ചെയ്യണം? വൽ മൗഇളത്ത്. മൗഇളത്ത് എന്ന് പറഞ്ഞതാണ് നൽകുന്ന സതുപദേശം. വഅള് എന്ന് പറഞ്ഞാല് രാത്രി ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചിരുന്ന് പ്രസംഗിക്കുന്നതിനല്ല. മൗഇളത്ത് എന്ന് പറഞ്ഞാൽ സതുപദേശം. സതുപദേശം എന്താണ്? അഡ്വൈസിങ് ആണ്, അല്ലാതെ അയാളെ കൊല്ലാൻ പുറപ്പെടില്ലൊന്നല്ല, അയാൾക്കെതിരെ പടവാളെടുക്കലല്ല. മറിച്ചെന്തുണ്ട്, അവിടെ അതാത് പ്രദേശങ്ങളിലുള്ള നിയമങ്ങളെ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അത് അംഗീകരിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. നിയമവിരുദ്ധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. മറിച്ചെന്താണ്, വ്യക്തിയോട് സതുപദേശത്തോടു കൂടിയാണ് ഹിക്മത്ത്. ഹിക്മത്തുണ്ടാകണം. അയാളെ ഉപദേശിക്കുന്നതിന് സമയം കണ്ടെത്തണം. അയാളെ എപ്പോഴെങ്കിലും പോയിട്ട് അയാൾ ഏതെങ്കിലും മാനസികാവസ്ഥ ഇരിക്കുന്ന സമയത്ത് ഉപദേശിക്കലല്ല. മറിച്ചെന്താണ്, അയാള് കേൾക്കാൻ സന്നദ്ധമാകുന്ന സമയത്താണ് ഉപദേശിക്കേണ്ടത്. ഉപദേശം എന്താണ്? പ്രയോജനപ്പെടുമെങ്കിലുമാണ് ഉപദേശിക്കേണ്ടത്. മൗഇളത്താണ് ഉപദേശിക്കാൻ സ്വീകരിക്കേണ്ട മാർഗം. സതുപദേശമാണ്, അല്ലാതെ അട്ടഹാസങ്ങളല്ല. മൗഇളത്തായിരിക്കണം, ഹസനത്തായിരിക്കണം, ഉത്തമമായ സതുപദേശമാണ്. പിന്നെന്തുവരും? ജാദ്യൽഹും, അവരുമായി തർക്കിക്കാം, അവരുമായി എന്ത് ചെയ്യാം, വാദപ്രതിവാദങ്ങൾ നടത്താം. ജാദ്യൽഹും, അവരുമായി വാദപ്രതിവാദങ്ങൾ നടത്തുക. ബില്ലതി ഹിയ അഹ്സൻ. എങ്ങനെയായിരിക്കണം അത്? ഏറ്റവും ഉത്തമമായ രീതിയിലാണ്. ഏറ്റവും ഉത്തമമായ രീതിയിലാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ദഅവത്തുമായി ബന്ധപ്പെട്ട് ദഅവത്ത് ചാടി ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുന്ന സംഭവമല്ല. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഷാർപ്പാകാൻ പാടില്ല. ഷാർപ്പ്നെസ് നമുക്ക് നല്ല ചെയ്യുന്നത്. ആൾ ചിലപ്പോൾ പറയും അവർ ഭയങ്കര ഷാർപ്പാണ്, പറയുന്നത് കറക്റ്റാണ്, പക്ഷേ ഷാർപ്പാകാൻ പാടില്ല. മറിച്ച് എന്താണ്, ബില്ലത്തി ഹിയ അഹ്സൻ ആയിരിക്കണം, മൗഇളത്തുൽ ഹസനത്തായിരിക്കണം. ഓക്കെ, അപ്പൊ സഫഹത്ത് തീർന്ന്, സമയം തീർന്ന്. അലൈന അൻ നത്തബിഅ ഹാദിഹി തരീഖത്ത. ഈ തരീഖത്ത് സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ വാക്യം കൊണ്ട് അലൈന, നമ്മളെ മേൽ ബാധ്യതയാണ്. അൻ നത്തബിഅ ഹാദിഹി തരീഖത്ത, ഈ മാർഗം സ്വീകരിക്കാൻ. ഓക്കെ, അപ്പോ നൂന് തഅക്കീദ് വന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ച് ഖുർആൻ വായിക്കാം. നൂന് തഅക്കീദ് വന്ന ഭാഗങ്ങൾ. ചാറ്റ് GPT ഉപയോഗിക്കാൻ പറഞ്ഞായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം? ചാറ്റ് GPT ചോദിച്ചാൽ മതി. ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാവരും. എന്നിട്ട് നൂന് തഅക്കീദ് പ്ലീസ്
give me Quran verses or ayat from which is mentioned നൂനു തഅക്കീദ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ നൂനു തഅക്കീദ് ഉള്ള ആയത്തുകൾ തരാൻ പറഞ്ഞാൽ അത് തരും. അങ്ങനെ വായിച്ചു നോക്കാം. അല്ലെങ്കിൽ ഖുർആൻ മൊത്തത്തിൽ വായിക്കുക. നൂനു തഅക്കീദുള്ള ഭാഗം നമ്മൾ ഖുർആനിൽ ഒക്കെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തി നമ്മൾ വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. ഏകവചനം ബഹുവചനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏകവചനവും ബഹുവചനവും, ഏകവചനത്തിൽ എങ്ങനെ അടയാളം വന്നിരിക്കുന്നു നൂനിന് മുമ്പ്, ബഹുവചനത്തിൽ നൂനിന് മുമ്പ് എങ്ങനെ അടയാളം വന്നിരിക്കുന്നു. പിന്നെ ദ്വിവചനം സ്ത്രീകളോടുള്ള കൽപ്പനയൊക്കെ വരും. അത് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിലേക്ക് പോകും. അബ്ദുള്ള സാഹിബ് എപ്പോഴെത്തിയായിരുന്നു? അബ്ദുള്ള സാഹിബ് എപ്പോഴെത്തിയായിരുന്നു ക്ലാസ്സിൽ? ക്ലാസ്സിൽ എപ്പോഴെത്തിയായിരുന്നു? ക്ലാസ്സിൽ എപ്പോഴെത്തിയായിരുന്നു? 7:10 7:10. ശരി, കുറെ കൂടെ നേരത്തെ വരാൻ നോക്കാം. ഞാൻ കൃത്യസമയത്ത് തുടങ്ങാൻ എന്തെങ്കിലും വിചാരിച്ചിരിക്കുമ്പോ ആ സമയത്ത് ആൾക്കാർ കാണും. ഇൻഷാ അല്ലാഹ്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും അതിന്റെ ഭാഷ നന്നായി മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ആഴത്തിൽ ഭാഷാപരമായ കാര്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കാനും അതിലൂടെ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അറബി ഭാഷയിലുള്ള പരന്ന് വിശാലമായി കിടക്കുന്ന വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനും ദീനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാനും ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.